ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. ഞാനിവിടെ ഉണ്ടല്ലോ ഇതുപോലെയുള്ള മീനുകളൊക്കെ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഫ്രൈ ചെയ്യാറ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ. ഞാനിവിടെ കേരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടി നമ്മൾ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. ഒരു വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി ഇതെല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ നമുക്കൊന്ന് വെക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ നല്ല പോലെ ഇതിലേക്കൊന്ന് പിടിക്കും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് ഒരല്പം വേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ നല്ല പോലെ ഫ്രൈ ആയി വരുമ്പോണ്ടല്ലോ ഈ വേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അധികം വേപ്പില ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറി മാറിയിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കണത്. ഇതിനി ഇടയ്ക്കിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഈ ഒരു മീൻ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരല്പം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.